എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പീരീഡ്സിനെ കുറിച്ച് നോക്കാം. ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അമിതമായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ ചിലർക്ക് വരാതിരിക്കും, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഈ കോവിഡിന് മുന്നേ ഇങ്ങനെ എനിക്ക് ഒരു മാസം മുഴുവൻ പീരീഡ്സ് വന്നിരുന്നു. അങ്ങനെ വന്നപ്പം ഞാൻ പേടിച്ചുകൊണ്ട് അലോപ്പതിയെ കൊണ്ടുപോയി കാണിച്ചു. അലോപ്പതി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് വന്നു, അത് നിന്നു. അപ്പം വരുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. ഇത്രയും ബ്ലഡ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബ്ലഡ് മുഴുവൻ കുറഞ്ഞു, എനിക്ക് എണീച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ആ ടൈം നോർമലായത്. എന്നാൽ പോലും എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ശരീരത്തിനുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ ഇങ്ങനെ ഗൈനക്കോളജി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ എൻ്റെ സ്കാനിങ്ങിന് തന്നു. സ്കാനിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ ആ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. 25 ദിവസം കിടത്തിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഫൈബ്രോയിഡ് കുറഞ്ഞു, നല്ലൊരു വ്യത്യാസം ഉണ്ടായി. പക്ഷേങ്കിൽ പിന്നീട് ലോക്ക്ഡൗൺ വന്നപ്പോൾ കോവിഡിൻ്റെ ടൈം ഡോക്ടറെ കാണിക്കാൻ പറ്റാണ്ടായി. പിന്നീട് എനിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടി വന്നു. കാരണം എൻ്റെ ജീവിത ശൈലി ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ രാത്രിയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഒരുപാട് മരുന്ന് കുടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നുണ്ട്. മരുന്നിന് മുന്നേ മരുന്നിന് ശേഷം എന്നെല്ലാം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ മടുത്തു. ഇത്രയും മരുന്നുകളാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത്. ഓരോ പ്രാവശ്യം ഗുളിക, പൊടികൾ, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, അങ്ങനത്തെ ഒരുപാട് പൊടികളും ഇതൊക്കെ കഴിച്ച് എനിക്ക് തന്നെ ഒരു മടുപ്പ് വരാൻ തുടങ്ങി. ഇതിന് അന്നേരം കുറച്ച് കുറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് ആദ്യം ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി. പിന്നീട് ബോഡി മുഴുവൻ വേദനയായി. പിന്നെ പല ഫുഡുകളും കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സങ്കടം, ഇഷ്ടപ്പെട്ട ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അക്യുപഞ്ചറിലേക്ക് പോയപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചപ്പോൾ എൻ്റെ ആ പെയിന് പെട്ടെന്ന് കുറഞ്ഞു. ആ കുറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് അതിൽ നല്ല മാറ്റം വന്നു. 7 ആഴ്ചയോളം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ ജീവിതശൈലിയിലേക്ക് പോയി. അവർ പറയുന്ന തരത്തിലുള്ള ജീവിതശൈലിയിലേക്ക് പോയപ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരു മാസം എനിക്ക് പീരീഡ്സ് വന്നപ്പോൾ ഇതേ പേടി എനിക്ക് വന്നു. അയ്യോ, ഇത് പണ്ടത്തെ പോലെ ഒരു മാസത്തോളം ബ്ലീഡിങ് പോകും. ഞാൻ എന്നിട്ട് എൻ്റെ സാറിനോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ, വിശന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ, അഥവാ വിശപ്പ് വന്നാൽ ഫ്രൂട്ട്സുകളും ജ്യൂസുകളും അങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 ദിവസം കൊണ്ട് എൻ്റെ പീരീഡ്സ് നോർമലായിട്ടിരുന്നു. പക്ഷേ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു പീരീഡ്സിൻ്റെ വിഷമം ഇതുവരെയും എനിക്ക് ഉണ്ടായിട്ടില്ല. 2022 23 അങ്ങനെയാണ് ആ ഒരു പീരീഡ്സ് ഉണ്ടായി. പിന്നീട് ഞാൻ ഈ ചിട്ടകൾ പാലിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മാസം കൃത്യം 1-ാം തീയതി എനിക്ക് പീരീഡ്സ് വന്നു. അതൊരു 7 ദിവസം കൊണ്ട് നിന്നു. എന്നാൽ കൃത്യം 10-ാം തീയതി പിന്നീട് ഒരു പീരീഡ്സ് അതേ ഫ്ലോയിൽ വരാൻ വേണ്ടി തുടങ്ങി. ഞാനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഇതെന്താ ഒരു ക്യാൻസർ ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജേണിയിലൂടെ പോകുന്നതായതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ചിന്തകളൊക്കെ ഒരുപാട് മെഡിറ്റേഷനിലൂടെയും പല ടെക്നിക്സിലൂടെയും ചിന്തകളൊക്കെ ഓവർ തിങ്കിങ് ആയിരുന്നു. എനിക്ക് എപ്പോഴും അപകടത്തെക്കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും രോഗത്തിനെക്കുറിച്ച്, അതൊക്കെ മാറ്റി ഒരു പോസിറ്റീവായപ്പം പണ്ടത്തെ പോലെ പീരീഡ്സ് ഇങ്ങനെ തെറ്റി വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ബ്രസ്റ്റ് വേദന ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ പീരീഡ്സ് 1-ാം തീയതിയുള്ള പീരീഡ്സ്, അത് പീരീഡ്സ് 7 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ആ ബ്രസ്റ്റ് വേദന പോയിട്ടില്ല. പക്ഷേ ഈ 10-ാം തീയതി പിന്നീടും പീരീഡ്സ് തുടങ്ങിയപ്പം ആ ബ്രസ്റ്റ് വേദന പൂർണ്ണമായിട്ട് മാറി. എനിക്ക് ആ ഒരു അസ്വസ്ഥതയും ശരീരത്തിന് എന്തൊക്കെയാണ് വേണ്ടത് അത് മുഴുവൻ മാറി. ഈ 4 ദിവസം ഞാൻ കരിക്ക് മാത്രം കുടിച്ച് ഏകദേശം ആ വിശപ്പിനനുസരിച്ച് മാത്രം നിൽക്കുമ്പോഴത്തേക്ക് ആ ബോഡി തന്നെ അതിനെ നന്നായിട്ട് റിലീസ് ചെയ്തു. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ മലം പുറത്ത് പോകുന്നത്, മൂത്രം പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ആർത്തവരക്തം എന്ന് പറയുന്നത്. നമ്മുടെ സ്ത്രീകൾക്കുണ്ടായ വേസ്റ്റ് അതിനെ മുഴുവൻ പുറന്തള്ളുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് പല അസുഖങ്ങളും നമുക്ക് വരുന്നത്.
അപ്പം അത് പോയപ്പം ഞാനൊരു ഓക്കെ ആയി. ഞാൻ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ശരിക്കും പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഒരുപാട് ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്യുപഞ്ചറിസ്റ്റിനെ പോയി കാണിച്ച് അവർ പറയുന്ന രീതിയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. എല്ലാവർക്കും മാറണമെന്നൊന്നുമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കാണിക്കുകയാണെങ്കിൽ 7 ആഴ്ച 5 ആഴ്ച അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ പീരീഡ്സ് വരുമ്പോൾ കൃത്യമായിട്ട് ശരീരത്തിന് വേണ്ടുന്ന കാര്യം മാത്രം കൊടുക്കുക. ആ സമയത്ത് ചൂട് കൂടുതലായിരിക്കും. പുളി ഒഴിവാക്കിക്കൊണ്ട് വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് 9 മണിക്ക് ഉറങ്ങിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാണ്ട് ഈ പീരീഡ്സിൻ്റെ എന്താണോ ബുദ്ധിമുട്ട്, അത് വേദനയായിക്കോട്ടെ, അല്ല ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓവർ ബ്ലീഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പീരീഡ്സ് വരാത്ത അവസ്ഥയായിക്കോട്ടെ, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.